ഹലോ നമസ്കാരം. ഹൃദയപൂർവ്വം സിനിമ രാമദാസ് തിയേറ്ററിൽ പോയി കണ്ടിട്ട് വരുന്ന വഴിയിലാണ് ഇപ്പോൾ ഞാൻ ആ സിനിമ കണ്ട വഴിക്ക് തന്നെ റിവ്യൂ തിയേറ്ററിൽ വെച്ചിട്ട് തന്നെ ഇടാൻ പറ്റുമോ എന്നൊക്കെ നോക്കി. പക്ഷെ മഴ കാരണം ഒരു രക്ഷയില്ല. എന്താണ് ആ സിനിമ, തുടക്കം മുതൽ അവസാനിക്കണ വരെ യാതൊരു ബോറടി ഇല്ലാണ്ട്, യാതൊരു ലാഗും ഇല്ലാണ്ട് ഒരേപോലെ ഇരുന്ന് ഒരേ മൂഡിലിരുന്ന് കണ്ട സിനിമ. സമയം പോയത് അറിഞ്ഞില്ല. സംവിധാനം സത്യൻ അന്തിക്കാട്, സിനിമയുടെ കഥ സത്യൻ അന്തിക്കാടിൻ്റെ മകനായ അഖിൽ സത്യൻ, പിന്നെ ഇതിൻ്റെ മ്യൂസിക് ജസ്റ്റിൻ പ്രഭ, പിന്നെ പടത്തിൻ്റെ സിംഗേഴ്സ് കുറച്ച് പുതിയ ആൾക്കാരാണെന്ന് തോന്നുന്നു. സിദ്ധ് ശ്രീറാം അങ്ങനെയാണ് കേട്ടത്. എന്തായാലും നല്ല പാട്ടുകളുണ്ട്. ഇനി പടത്തിലേക്ക് വരാം. ലാലേട്ടൻ സംഗീത പ്രതാപ് കോംബോ ഒരു രക്ഷയില്ല. ആ പടം തുടക്കത്തിൽ തന്നെ ഒരു ആശുപത്രി കേസ് ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ലാലേട്ടൻ്റെ ഹാർട്ട് മാറ്റിയിട്ട് പകരം, ആ കഥാപാത്രത്തിൻ്റെ ഹാർട്ട് മാറ്റിയിട്ട് പകരം ഒരു മിലിറ്ററിക്കാരൻ്റെ ഹാർട്ട് കൊണ്ടുവന്ന് വെച്ചതാണ് തുടക്കമാണ് സിനിമ. കേരളത്തിലെ ലാലേട്ടൻ ഒരു ക്ലൗഡ് കിച്ചൺ നടത്തുന്ന ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അവിടുത്തെ സ്റ്റാഫുകളായിട്ട് അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ ഒരു രക്ഷയില്ല. എൻ്റെ അമ്മോ, കുറേ മറ്റേ കൗണ്ടറുകളും കോമഡികളും ഒക്കെ ഉണ്ട് അതിൽ. ആ സിനിമ കാണണം, അത് സ്പോയിലാവണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനിത് പറയാത്തത്. ആ സിനിമ നിങ്ങൾ കാണൂ. എന്നിട്ട് കേരളത്തിൽ നിന്ന് നേരെ ഇവിടേക്ക് പോവും, പൂനെക്ക് പോവും. പൂനെയിലും പിന്നെ ഒരു കുറച്ച് സീൻ മാത്രമേ, പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് മാത്രമാണ് കേരളത്തിലേക്ക് വീണ്ടും വരുന്നുള്ളൂ. അതുവരെ പടം പോണത് പൂനെയിലാണ്. എന്താണ് അതിലെ നായികയായാലും, അതുപോലെ ഒരാളുടെ പേര് പ്രത്യേകം എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ആര്, നമ്മുടെ സിദ്ദിഖ്. സിദ്ദിഖിനെയാണ് പടം തുടങ്ങി 5 മിനിറ്റിനുള്ളിൽ സിദ്ദിഖിനെ കാണിക്കുന്നത്. ആ സിദ്ദിഖ് ആശുപത്രിയിൽ വെച്ചിട്ട് കാണിക്കുന്ന കുറച്ച് ഡയലോഗുകളും കോമഡി നല്ല രസമാണ് പടം. ആശാൻ്റെ കുറേ പെർഫോമൻസ് സിദ്ദിഖിൻ്റെ അടുത്ത് ഒരു രക്ഷയില്ല കേട്ടോ. അത്രയും രസമായിട്ട് സിദ്ദിഖ് അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് സിദ്ദിഖ് പൂനെയിലേക്ക് വരുന്നുണ്ട്. ആ സീനും അടിപൊളി. അതുപോലെ കേരളത്തിൽ ജനാർദ്ദനൻ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കോംബോ ലാലേട്ടൻ സംഗീത പ്രതാപ് മുട്ടണ്ട കേട്ടോ. ആള് ഏത് കഥാപാത്രമായാലും ഗംഭീര റോൾ ചെയ്യുന്ന ഒരാളാണ്. കൗണ്ടർ അടിയുടെ ആശാനാണ്. ഇൻട്രോയിൽ വരെ തമ്മിലുള്ള കോംബോ കണ്ടിരുന്നിട്ടേ നമുക്കിങ്ങനെ മതിയാവില്ല. ലാസ്റ്റ് ഇവൻ പറയുന്നുണ്ട്, ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇവൻ്റെ അടുത്ത്, സംഗീത പ്രതാപൻ്റെ അടുത്ത്. അത് ഞാൻ എന്താണെന്നൊന്നും പറയുന്നില്ല, നമ്മളതൊരു ആഗ്രഹിച്ച കാര്യമാണ്. അത് അതേപടി തന്നെ അതിൽ ചോദിക്കുന്നുണ്ട്. അവസാനം അതൊക്കെ നല്ല രസമാണ്. മിസ്സാക്കരുത്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കാണണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു കഥയാണ്. അതേപോലെ സിമ്പിളായിട്ട് അഭിനയിച്ച സിനിമയാണ്. ലാലേട്ടൻ പിന്നെ അറിയാലോ, ഏത് കഥാപാത്രമായാലും ഗംഭീരാക്കണ ഒരാളാണല്ലോ. നമുക്കത് ശരിക്കും കിട്ടിയിട്ടുണ്ട് ഇതിൽ. ആളുടെ ചില കണ്ണുകളുടെ ചില സീനുകളൊക്കെ ഉണ്ട്. അതൊന്നും മിസ്സാക്കരുത്. ഞാൻ എന്തായാലും ഒരു പ്രാവശ്യം കൂടി പോയി പടം കാണും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.